ഇത്തവണ വലിയ രാഷ്ട്രീയ പോര് നടക്കുന്ന ഇടമാണ് തിരുവല്ല. തിരുവല്ലയിൽ BJP വളരെ കരുതലിലാണ് ഇത്തവണ. കാരണം വലിയ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. ഇത്തവണ അവിടെ ചില അട്ടിമറികളൊക്കെയാണ് BJPയുടെ ലക്ഷ്യം. ഒരു കാര്യം ഉറപ്പാണ്, മാത്യു ടി തോമസ് സിറ്റിംഗ് MLA വലിയ വെല്ലുവിളികൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ നേരിടുന്നുണ്ട്. എന്താണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രമെന്നത് ഏറെ പ്രസക്തമാണ്. അനൂപ് ആന്റണി NDA സ്ഥാനാർത്ഥിയായി പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിൻ്റെ വർഗീസ് മാമനാണ് രംഗത്തുള്ളത്. മാത്യു ടി തോമസിന് വലിയ വെല്ലുവിളിയാണ് ഇരു മുന്നണികളും ഉയർത്തുന്നത്. ആന്റണി തിരുവല്ല മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനൂപ് ആന്റണിയെ സജീവമായി BJP നേതൃത്വം പരിഗണിച്ചെങ്കിലും അവസാനഘട്ടം ഒഴിവാക്കുകയായിരുന്നു. തുടർന്നുണ്ടായ തിരിച്ചടിയാണ് അനൂപ് ആന്റണിയെ വീണ്ടും സജീവമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. മണ്ഡലത്തിലെ LDF സർക്കാരിന്റെ കാലത്തെ വികസന മുരടിപ്പും മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമാണ് അനൂപ് ആന്റണിയുടെ പ്രധാന പ്രചരണ ആയുധം. തിരുവല്ലയിലെ ജനങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മുഹൂർത്തമാണിത്. കാരണം തിരുവല്ലയിൽ എന്നും എന്താ പറയുന്നത് 20 വർഷക്കാലമായിട്ട് ഒരേ നിയമസഭാ അംഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടോ തിരുവല്ലയിലെ ജനങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിരിക്കുകയായിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു നിലപാടായിരുന്നു ഇത്രയും നാളും. പക്ഷെ ഇത്തവണ തിരുവല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ പോയാൽ പോരാ. ഇത്തവണ തിരുവല്ലയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം, ഒരു തിരുത്തിയെഴുത്തുണ്ടാവണം. അപ്പം ആ തിരുത്തിയെഴുത്തിന് BJP ആണ് ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പല ഇടപെടലുകൾ ഇവിടെ കൃത്യമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ മോഡൽ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇവിടുത്തെ MLAയുടെ ശക്തി മാത്രമല്ല, ഒരു ഡൽഹിയിൽ നിന്ന് നരേന്ദ്രമോദിജി നൽകുന്ന ഒരു പിന്തുണ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ തിരുവല്ലയ്ക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത്തവണ തിരുവല്ലയിൽ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് വർധനവും ജനപിന്തുണയും NDAക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ അനൂപ് ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. LDF സ്ഥാനാർത്ഥിയായി മാത്യു ടി തോമസും UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിലെ വർഗീസ് മാമനുമാണ് മത്സര രംഗത്തുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.